ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ട്രയൽ അടിക്കുന്ന സ്ഥലമാണ് കാണിക്കണത് കേട്ടോ. അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഓടുന്ന ഗ്രൗണ്ട്, അതേപോലെ തന്നെ മുമ്പ് ഞങ്ങൾ ട്രയൽ അടിച്ചിരുന്ന റോഡ്, സ്ഥലങ്ങൾ, ഫാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് ഫാം. ഇത് പശുവിൻ്റെ ഫാമാണ്. ഇതിൻ്റെ നേരെ താഴെ ഇത് ഞങ്ങളുടെ വടമാണ്. ഇതിൻ്റെ നേരെ താഴെ ഈ പശുവിൻ്റെ ഫാമിൻ്റെ താഴെ കോഴിയുടെ ഫാമുണ്ട്. അതിപ്പോൾ വർക്കിംഗ് അല്ല രണ്ടും. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഉടമ്പൽ പ്രാക്ടീസ് ചെയ്യണത്. ഇവിടെ ഞങ്ങൾ ടീമിട്ടിട്ടൊക്കെ പിടിച്ചിരുന്നു. ഇവിടെ കാലൊക്കെ നല്ല ഡേഞ്ചറാവും ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ. പിന്നെ വൺ സൈഡ് ഉണ്ട് കുറച്ച് അവിടെ. ഇവിടെയാണ് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പിടിച്ചിരുന്നത്. ഇതാണ് ഞങ്ങൾ കയറ്റണ വെയിറ്റല്ല, അത് 2-3 പേര് ഞങ്ങൾ കയറ്റണ വെയിറ്റാണ് അത്. റോപ്പ് ഇവിടെ ടീമിട്ട് പിടിക്കുമ്പോൾ 5 ഇട്ടിട്ടാണ് ഇവിടെ ഈ മുകളിലുള്ള ഫാമിൽ പിടിക്കാൻ പറ്റുള്ളൂ. ഏത് പശുവിൻ്റെ ഫാമിൽ. ഇതിൻ്റെ താഴെ കുറച്ച് മുമ്പ് കാണിച്ചതാണ് കോഴിയുടെ ഫാം. അവിടെ നമുക്ക് ടീമിട്ടിട്ട് പിടിക്കാനൊക്കെ പറ്റും. 7 നിന്ന് ചവിട്ടാനൊക്കെ പറ്റും. ഇവിടെ പിന്നെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പ് ഉണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇവിടെ നല്ല മിൻസാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പിടിക്കണം, അങ്ങനെയാണ് അവസ്ഥ. കാല് നാശാവില്ല, അത് 100% ഉറപ്പാണ്. ഇവിടെ ചവിട്ടി കാല് നാശാവില്ല. ഇവിടെ ചില സ്ഥലങ്ങളൊക്കെ ഇതാ ഇവിടെയൊക്കെ ഇതിൻ്റെ അടുത്ത് 2-3 സ്പോട്ടിൽ മീൻസ് ഉണ്ട്. ഇവിടെ ഇരിക്കുക കിടക്കുക ഒക്കെ ചെയ്യുക. നല്ല രസമാണ് ഇവിടെ സ്ഥലം. ഇത് മൊത്തം കാട് കയറിയിട്ട് കിടന്ന സ്ഥലമായിരുന്നു. ഇവിടെ അങ്ങനെ മൊത്തം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെയാക്കി. തൊട്ടപ്പുറത്തൊക്കെ റബ്ബർ തൊടിയാണ്. ഒരു ശല്യമില്ലാത്തൊരു സ്ഥലമാണത്, അടിപൊളിയാണ്. ഇവിടെ നമ്മുടെ വടമെടുത്തേക്കാനൊക്കെ ഉള്ള സ്ഥല സൗകര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റും. ആർക്കെങ്കിലും വളരെ ട്രയൽ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ പോലുള്ള മറ്റത്തില്ലേ കൈവരിയുടെ അവിടെ കയറിയിരിക്കാൻ പറ്റും. ഒക്കെ അടിപൊളിയാണ്. ഇതാണ് കോർട്ട്, ഇതിൻ്റെ ചവിട്ടുന്ന സ്ഥലം. ഇവിടെയൊക്കെ കാടാണ് കേട്ടോ അപ്പുറത്ത്. ഇത് പഴയതോ കല്ലാണ്. ഇത് നിങ്ങളെ കല്ലുകളൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ലോഡാക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ മുമ്പേ മറ്റേ കോഴി ഫാം മാറില്ലേ അവിടെ ഇതിൽ ടീമിട്ടിട്ട് ഞങ്ങൾ പിടിച്ചിരുന്നത്. ഇത് കാല് പൊളിയത് പെരുവിരുന്ന് തന്നെ ഈ സാധനം ഇങ്ങനെ പൊടിഞ്ഞ് വരും ഇടയ്ക്ക്. മുമ്പ് ഇത് മൊത്തം കോഴിക്കാട്ടോ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് മൊത്തം ഇത് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഞങ്ങൾ മൊത്തം കുറേ പണിയെടുത്തിട്ടാണ് ഈ കുളത്തിലാക്കിയത്. അതുകൊണ്ട് കാലൊക്കെ ഭയങ്കര ഡേഞ്ചറാകും ശ്രദ്ധിച്ച് ഓട്ടില്ലെങ്കിൽ. ഇത് പിന്നെ വൺ സൈഡ് ഉണ്ട്. ആ വണ്ടി കിടന്നതിൻ്റെ അപ്പുറത്തൊക്കെ കുറച്ച് താഴ്ചയാണ്. പിന്നെ ട്രയൽ കിട്ടും. അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇവിടെ കോർട്ടൊക്കെ ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും സംഭവം. നമ്മൾ വാട്ടർ ലെവലൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇവിടെയൊക്കെ വളർത്തു പുല്ലാണ്. ഇവിടെ മൊത്തം പുല്ലായിരുന്നു. ഇപ്പോൾ വെട്ടിയിട്ട് ഒരു കുളത്തിലായിട്ടുണ്ട്. നമ്മുടെ ഇതിലെ പ്ലെയർ കൂടിയായ നമ്മുടെ ഫ്രണ്ട് പൊന്നിയേട്ടൻ മൂപ്പരെ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഇത് ഞങ്ങളുടെ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ വെച്ചാൽ ഇവിടെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടി ഓടുന്നത്. സ്ഥിരം പിള്ളേർ ഇവിടെ വൈകുന്നേരം കളിയുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പലരും ഇവിടെ 20 മിനിറ്റ് കറക്റ്റ് 20 മിനിറ്റ് ടൈം വെച്ച് ഓട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആയിരുന്നു എൻ്റെ എപ്പോഴും ഉണ്ട്. ഇതാണ് ആ ഫാമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി. രണ്ട് സൈഡ് റബ്ബർ തൊടിയാണ്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു വഴി കാണാൻ. ആ സൈഡിലുള്ള മതിലൊക്കെ നോക്കി ചെറിയ കല്ലുകളുണ്ട്, ചെറുതും വലുതായി കല്ലുകളുകൊണ്ട് ഉണ്ടാക്കിയത്. പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കിയ മതിലാണ്. അടിപൊളിയാണ്. നല്ല വൃത്തിയുള്ള റബ്ബർ തൊടിയാണ് അതിൻ്റെ. ഇതാണ് ഫാമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി. പിന്നെ ഈ പോകുന്ന വഴിയാണ് കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ റബ്ബർ തൊടിയാണ്. ഫാമിന് താഴെ ഒരു വീടുണ്ട് കേട്ടോ. വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത്. ഇവിടുന്ന് നേരെ ഫാമിൽ നിന്ന് നേരെ റോട്ടിലേക്കുള്ള വഴിയാണിത്. ഈ വഴിയാണ് കുറച്ച് മുമ്പ് കാണിച്ചത്. ഉണ്ണിൻ്റെ ഗ്രൗണ്ടിലെത്തിയുള്ള വഴി, ഗ്രൗണ്ടിലേക്കുള്ള വഴി. ഗ്രൗണ്ട് വെയിറ്റ് ഇറക്കാൻ വേണ്ടി ഓട്ടവും പരിപാടികളും ഒക്കെ. ഞാൻ മുക്കിലൊക്കെയാണ് ഞങ്ങൾ വെയിറ്റ് കുറച്ചിട്ട് ഇങ്ങനെ കിടക്കുകയൊക്കെ ഇരിക്കുക. വെയിറ്റ് കുറച്ചിട്ട് കിടക്കല്ല, ടാർപ്പായിലൊക്കെ ഇതിൻ്റെ വെയിറ്റൊക്കെ കുറയ്ക്കില്ലേ, ഇങ്ങനെയൊക്കെ. ഇവിടെ സ്ഥിരം വൈകുന്നേരം ഓടുന്ന ആൾക്കാരുണ്ട്.
പിന്നെ ഇപ്പോൾ ചെറിയ എക്സസൈസിനൊക്കെ പോകുമ്പോൾ അവനൊക്കെ അവിടെ കൈക്ക് ഡംബൽസ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ കൂടെ റോഡാണ്. ഇത് വേറൊരു സംഭവമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വടം വാങ്ങിയ സമയത്ത് ഞങ്ങൾ ഒക്ടോബർ 1-നാണ് വടം വാങ്ങിയത്. ഒക്ടോബർ 2 മുതൽ ട്രയൽ അടി തുടങ്ങി ഈ സീസൺ. ഒരു 10-11 വർഷം മുമ്പ് ഇവിടെ വടംവലി നിർത്തിയതായിരുന്നു. മുമ്പ് ആ സമയത്ത് ടീം ഉണ്ടായിരുന്നു. പിന്നെ അത് നിന്ന് പോയതാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഒക്ടോബർ 1-ന് വടം വാങ്ങിയിട്ട് ഇവിടെയാണ് ട്രയൽ അടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ആദ്യം. കാല് പൊള്ളിയും ഇവിടെയൊക്കെ ചവിട്ടുമ്പോൾ ആ സമയം അത്രയും ശ്രദ്ധിക്കണം. സുവീജിൻ്റെ നമ്മുടെ വേറൊരു ഫ്രണ്ടായ സുവീജിൻ്റെ വീടിൻ്റെ അടുത്താണ് സ്ഥലം. ഇത് നമ്മളവിടെ നിന്ന് റോട്ടിക്ക് വരണം. അവിടെ തുടക്കത്തിൽ ഒരു പരപ്പ ആൾക്കാരുണ്ടായിരുന്നു ട്രയൽ അടിക്കുമ്പോൾ. 24-25 ആൾക്കാർ. ഇപ്പോൾ 9 പേര് സ്ഥിരം ട്രയലുണ്ട്.